52 സ്ഥലത്ത് യേശു അത്ഭുതകരമായ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഓരോ സംഭവവും പ്രത്യേകമായ വ്യത്യസ്തമായ വിശ്വാസത്തിന്റെ പ്രകടനങ്ങളാണ്. ഓരോ സംഭവം അത്ഭുത രോഗശാന്തിയുടെ വരം കിട്ടണമെങ്കിൽ അത്ഭുതം അല്ലെങ്കിൽ രോഗശാന്തി വരം ഉപയോഗിക്കുമ്പോഴെല്ലാം നമ്മൾ ഈ സംഭവങ്ങളെ മനസ്സിന്റെ കൊണ്ടുവരണം. മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്. കുറച്ചു പേർക്ക് ഇംഗ്ലീഷാ കിട്ടിയേക്കണേ. അത് ഇംഗ്ലീഷ് മാറ്റി മലയാളം തരാം. ഇവിടെ ഇത് മാറ്റി കൊടുത്ത് ഇവിടെ മലയാളം കൊടുക്കുന്നില്ല. മലയാളം മലയാളം ഓക്കെ. നിങ്ങൾ ശാന്തമായി ഇരിക്കുക. നമുക്ക് ക്ലാസ് തുടരാം. മലയാളം അടുത്തു വരും. ഓക്കെ, ഒരു നിമിഷം ശാന്തമാകുക. അതിപ്പം കൊടുത്തോ അവർക്ക്, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ആ ഇംഗ്ലീഷ് മാറ്റി മലയാളം കൊടുത്ത് മലയാളത്തിന് ഫുൾ ബ്ലൂ കളറായിരിക്കും, ഇംഗ്ലീഷിന്റെ ബ്ലൂവും വൈറ്റും ആയിരിക്കും കാണും. അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇനി ഓക്കെ, ഇനി ഈ ടോപ്പിക് നിർത്തുന്നു. നിങ്ങൾ അവിടെ കിട്ടാത്തവർ സ്റ്റോളിൽ ചെന്ന് മാറ്റി മേടിച്ചുകൊള്ളുക. നമ്മൾ സാധാരണ ധ്യാനത്തിന് ഒരു ദിവസം ഉപവസിക്കാറുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോ ഓണമായിട്ട് ഉപവസിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് ഉപവസിച്ചില്ല. അതൊരു മനപ്രയാസമാണ് ചിലവർക്ക്. ഉപവസിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഉദ്ദേശിച്ചു. അപ്പൊ നാളെ ഉപവസിച്ചാലോ? നാളെ അവസാനത്തെ ദിവസമായിട്ട് ഉപവസിക്കണമെന്നും ശരിയല്ല അല്ലേ? എന്നാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉപവസിച്ചാലോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യണ്ട. ഫാസ്റ്റ് വിൽ കണ്ടിന്യൂ, നോ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? പക്ഷേ എന്നെ പോലെ രോഗികളായിട്ടുള്ളവർക്ക് കഴിക്കാം. പ്രമേഹ രോഗികളോ ആരെങ്കിലും രോഗികളായിട്ടുള്ളവർക്ക് കഴിക്കാം. അങ്ങനെ എത്ര പേർക്ക്? അപ്പൊ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ആർക്കെങ്കിലും പ്രത്യേകം ആവശ്യമുണ്ട് അവരത് കൈവക്കി വേഗം വിളിച്ചോ. ഒരു 40 പേര് കുട്ടിക്ക് ചിലപ്പോ രാവിലെ ആവുമ്പോൾ 40-50 പേർക്ക് ഉണ്ടായിക്കോ. ചിലവർക്ക് രാവിലെ ആവുമ്പോൾ കൂടുതൽ പോകാൻ സാധ്യത. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉടനെ തന്നെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ആ ആരാധനയിൽ നമ്മൾ ആദ്യം കുറച്ച് സമയം നമ്മൾ ഉരുകേണ്ട മേഖലകളെ ഉരുക്കണം. രണ്ടാമത് നമ്മുടെ ഈ വരദാനങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അതിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
സുവിശേഷത്തിൽ യേശു നൽകിയിരിക്കുന്ന, യേശു ചെയ്ത ഓരോ അത്ഭുതത്തിനും പ്രത്യേക ഉദ്ദേശങ്ങളും പ്രത്യേകമായ ബോധ്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ യേശുവിന്റെ മലയിലെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ആ കുഷ്ഠരോഗിയുടെ വിശ്വാസവും അവന്റെ ബോധ്യവും. കുഷ്ഠരോഗം എന്നത് ഒരിക്കലും മാറാത്തൊരു രോഗമാണ്. അവൻ എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവൻ മലയുടെ മുകളിൽ വന്നില്ല, കാരണം അവനവിടെ വരാനുള്ള അനുവാദം ഇല്ല. പക്ഷെ അവൻ അങ്ങ് ദൂരെ എവിടെയോ ഒളിച്ചിരുന്ന് കർത്താവിന്റെ വചനം കേട്ട് കാണും. അതുകൊണ്ടല്ലേ അവന് അത്രയും വിശ്വാസവും ആശ്രയവും വന്നു. കർത്താവിനോട് പറയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയും. അപ്പൊ ഇതിന്റെ എല്ലാത്തിനെയും ആഴമായിട്ട് പഠിക്കണം. ഇത് ഓരോന്നിനെയും ഞാൻ വിശദീകരിക്കുകയാണെങ്കിൽ ഇനി ഒരാഴ്ച കൂടി നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പൊ ഞാൻ വിശദീകരിക്കണ്ട. ഈശോ പറഞ്ഞെന്താ? ഈശോ പറഞ്ഞു, ഞാനും നിങ്ങളോട് ഇതൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല. എന്താ ഈശോ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് വരുമ്പോ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ട വിശദീകരണം. പക്ഷേ പരിശുദ്ധാത്മാവിൽ നമ്മൾ സമയം കൊടുക്കണം, നമ്മളൊന്ന് ഇരുന്ന് കൊടുക്കണം. നമ്മൾക്കിപ്പോ എല്ലാത്തിന്റെ ഒരു പ്രശ്നം. ഇപ്പൊ ഞാനെന്റെ പോക്കറ്റിൽ ഫോണിൽ ചെന്നിട്ട് നടക്കണം. ഇവിടെ എല്ലാവരുടെ കയ്യിലും ഫോണില്ലേ? ഈ ഫോണൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു ക്ലിക്ക് ചെയ്യണമായി രോഗശാന്തി നടക്കുന്ന കമ്പ്യൂട്ടർ യുഗമായി ഒരു ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും പേര് മാറി വന്നു, പ്രോഗ്രാം മാറി വന്നില്ലേ എന്ന മാതിരി ഇത് സംഭവിക്കില്ല. ഏത് പഠിക്കണമെങ്കിൽ ഇരിക്കണം, മണിക്കൂറുകളോളം ഇരിക്കണം, ക്ഷമിച്ചിരിക്കണം. ഫോണും ഇതെല്ലാം മാറ്റി വെച്ച് തപസ്സിരുന്ന് പഠിക്കണം. ഞാനൊരിക്കൽ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നൊരു സംഭവം, രാജസ്ഥാനിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി പകൽ നടക്കുമ്പോൾ രാത്രി ഞാനിരുന്ന് ബൈബിൾ പഠിക്കും. ബൈബിള് പഠിക്കുന്നത് 3 ബൈബിളാണ് ഞാൻ കൊണ്ടു നടന്നിരുന്നത്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. മലയാളത്തിലൊന്ന് വായിച്ചിട്ട് അതിന്റെ സമാന്തര ഭാഗം ഇംഗ്ലീഷിൽ വായിച്ച് അതിന്റെ സമാന്തര ഭാഗം ഹിന്ദിയിൽ വായിച്ച്, അങ്ങനെ 3 ഭാഷയിൽ സുവിശേഷം പ്രഘോഷിക്കാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചു. 3 ഭാഷയിൽ ബോംബെയിലും ഡൽഹിയിലും എല്ലാം സുവിശേഷ വേല ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് 3 ഭാഷയിലും പ്രഘോഷിക്കുന്നത്. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. First seek the kingdom of God and its righteousness, rest all things will be added to you. पहले तुम स्वर्ग का राज्य और उसका धार्मिकता का बोझ में लगे रहो, बाकी सब कुछ जोड़ा जाएगा. കണ്ടാലും ഇതാ ഞാൻ നിന്റെ കവാടത്തിൽ മുട്ടുന്നു. See, look that I am knocking at your door. Listen to my voice and open the door. देखो मैं तुम्हारा द्वार पर खड़ा होकर खटखटाता हूँ. मेरा वाणी सुनकर द्वार खुलेगा तो मैं उसके अंदर आऊंगा, मैं उसके साथ भोजन करूंगा. ഡൽഹിയിലെ ഒരു വലിയ സ്റ്റേഡിയത്തിൽ 5 ദിവസം മുഴുവനും 5 ദിവസം മലയാളികളും ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരും ഇതുപോലെ ധ്യാനിപ്പിച്ചു. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് UK ചെന്നപ്പോൾ ഒരാൾ പറയാണ്, ആ ധ്യാനത്തിലുണ്ടായിരുന്ന ആളാണ് ഞാൻ, ആ തോമസ് പോൾ തന്നെയാണോ നിങ്ങൾ? അതെ. നമ്മള് കുത്തിയിരുന്ന് പഠിക്കാണ്ട് ഒരു കാര്യവും പഠിക്കുന്നില്ല. ഞാൻ ഇന്നിങ്ങനെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വർഷങ്ങൾ, മാസങ്ങൾ, രാത്രികൾ വളരെയധികം അധ്വാനിച്ചിട്ടുള്ളൂ. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, ഞാൻ അന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് രാജസ്ഥാനിലെ ആ പൊരിയുന്ന വെയിലിൽ രാത്രി ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് ഈ 3 ബൈബിളും കൊണ്ടു നടക്കുന്നത് തന്നെ എന്തോ ഒരു വലിയ കാര്യം അറിയിച്ചു. ഇവിടെ ഇപ്പോ ചിലവർ വന്നേക്കുന്നത് ആ പ്രൊട്ടസ്റ്റന്റുകാരെ കൊടുത്ത് ചെറിയ ബൈബിൾ വായിക്കണം. കാരണം ഈ വലിയ ബൈബിള് ചോക്കാൻ പറ്റാത്തതുകൊണ്ട് പോക്കറ്റ് ബൈബിൾ
പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് ലയിച്ചിരുന്നത് പഠിച്ചു. കുറെ സമയം പോയത് അറിഞ്ഞില്ല. വാതിലിൽ ആരോ മുട്ടുന്നു നോക്കിയപ്പോ രാവിലെ 7 മണിക്ക് റൂം പോയി ചായ കൊണ്ടുവന്നിരിക്കുക കട്ടക്കാപ്പിയായിട്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത്, ദൈവമേ, രാത്രി മുഴുവനും ഞാനിരുന്ന് പഠിക്കുകയായിരുന്നല്ലോ. അപ്പോ ഇങ്ങനെ അധ്വാനിക്കണം, വ്യക്തിപരമായി അധ്വാനിക്കണം, സമയം കൊടുക്കണം. ഓരോ അത്ഭുത രോഗശാന്തികളെ കുറിച്ചും ഒരു പുസ്തകം എടുത്തിട്ട് 42 പേജ് എടുക്കുക. ആ 42 പേജുള്ള പുസ്തകത്തിൽ ഓരോ പേജിലും എഴുതുക ആ രോഗശാന്തിയുടെ. എന്നിട്ട് ലൂക്കായിൽ എങ്ങനെ വിവരിച്ചിരിക്കുന്നു, മർക്കോസിൽ എങ്ങനെ, മത്തായിയിൽ എങ്ങനെ, സമാന്തര സുവിശേഷങ്ങളിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണെന്ന് പഠിക്കുക. അവിടെ എന്താണ് അതിന്റെ പ്രധാന കാര്യം? ഉദാഹരണത്തിന് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ജെയിറസ് സിനഗോഗ് അധികാരിയായ ജെയിറസ് കർത്താവിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം അനുസരിച്ച്, എന്റെ മകൾ മരിച്ചു. എന്നാൽ നീ വന്ന് ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവൾ ജീവിക്കും. എന്തൊരു വിശ്വാസം! എന്നാൽ ജെയിറസിന് ഇത് യേശുവാണ്, കർത്താവാണ്, മിശിഹായാണെന്നൊക്കെ അറിയില്ല. പക്ഷേ ഇയാളുടെ വിശ്വാസമാണ്. ഇതുപോലെ വിശ്വാസം എവിടെ? ഇങ്ങനെ ഓരോ സംഭവത്തിലും യേശു ഓരോ സംഭവത്തിലും നമ്മുടെ വിശ്വാസത്തെ ഉണർത്തുകയാണ്. ഓരോ സംഭവത്തിന്റെയും അവസാനം ഈശോ പറയും, നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ, അല്ലെങ്കിൽ നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിച്ചു. ശതാധിപൻ വന്നിട്ട് പറയാണ്, ഞാൻ അങ്ങന്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ അങ്ങ് ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ അവിടെ എന്റെ മകൻ, അല്ലെങ്കിൽ എന്റെ വിളിച്ച്. ഇപ്പൊ അതിനു മുമ്പ് വരെ പറഞ്ഞെന്താ, അങ്ങ് ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും. പക്ഷേ അടുത്തൊരു കേസ് പറയുന്നെന്താ, രോഗി ഇവിടെ ഇല്ല, രോഗിയെ കൊണ്ടുവരാനും പറ്റില്ല, പക്ഷേ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ. കണ്ടോ, വ്യത്യസ്തമായ സിറ്റുവേഷൻ, വ്യത്യസ്തമായ ആക്ഷൻസ്. ഈശോ പറയുകയാണ്, സുഖമായിരിക്കുന്നു, നീ പോവുക, നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കും. അതിനു മുമ്പ് പറയുകയാണ്, കണ്ടോ, നിങ്ങൾ കണ്ടോ ഈ വിജാതീയനായ ഈ സിനഗോഗ് ഈ ശതാധിപൻ പറയുന്നത്, ഇസ്രായേലിൽ പോലും ഇതുപോലെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ എല്ലാം ഈശോ അപ്പസ്തോലന്മാരെയും ശിഷ്യന്മാരെയും പഠിപ്പിക്കുകയാണ്. അവരെ സുഖപ്പെടുത്താൻ മാത്രമല്ല ചെയ്യുന്നത്, ആ സുഖപ്പെടുത്തലിലൂടെ ഇവരെ പഠിപ്പിക്കുക. കണ്ടോ, ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? മറ്റേ രക്തസ്രാവക്കാരി, അവൾക്ക് എങ്ങനെയെങ്കിലും, അവൾ സാധാരണഗതിയിൽ ഒരു യഹൂദ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ തന്നെ വഴിയിൽ നടക്കുമ്പോ ഒരു സ്ത്രീ വന്നൊരു പുരുഷനെ തൊടുവോ? ഇല്ല, ഇല്ലേ? നമ്മളുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു സ്ത്രീ വന്നിട്ട് വഴിയിൽ പോണ ഒരു പുരുഷനെ തൊടേണ്ട ആവശ്യം തൊടില്ല. പക്ഷെ അവൾ പറയാണ്, ഞാൻ തൊടുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവൾക്ക് ഒരു രക്തസ്രാവമുള്ളവളായതുകൊണ്ട് അവൾ ഒരിക്കലും ഒരു പുരുഷനെ തൊടാൻ അല്ലെങ്കിൽ മറ്റൊരാളെ തൊടാൻ പാടില്ലാത്തതാണ്. അപ്പൊ എന്ത് ചെയ്യും? പക്ഷെ അവൾ പറയുകയാണ്, ഞാൻ അവനെ ശരീരത്തിൽ തൊടില്ല, അവന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ. അപ്പോ ഇങ്ങനെയുള്ള ഇതെല്ലാം എന്തിനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? വിശ്വാസത്തിന്റെ പ്രത്യേകതകളാണ്. ഓരോരുത്തരിലും ഉണ്ടാകേണ്ട വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉള്ള വ്യത്യസ്തമായ സംഭവങ്ങൾ. എന്നാൽ വിശ്വാസമാണ് ഇതിന്റെ ഉള്ളിലൂടെ എല്ലാം ഒഴുകുന്ന സംഭവം. അപ്പൊ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് ഓരോ രോഗശാന്തി പ്രാർത്ഥനയിലും ഇതിലേതെങ്കിലും ഒരു സാമ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലാക്കട്ടോ? ഏതെങ്കിലും ഒരു സംഭവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കണം.
ഇനിയുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനെ ഞാൻ കഥ എന്ന് പറയാറില്ല. നമ്മൾ സാധാരണ കുട്ടികളെ പറയും ബൈബിൾ കഥ പറഞ്ഞുതരാം. ഒരിക്കലും പറയരുത് അങ്ങനെ. കാരണം കഥ എന്നത് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നടക്കാത്ത സംഭവത്തെ കുറിച്ച് ഒരു ഫിക്ഷനാണ്. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ ഒരു കഥ എന്ന രൂപം കൊടുക്കരുത്. ബൈബിൾ സംഭവങ്ങളാണ്. ബൈബിൾ സംഭവങ്ങൾ. ഇത് ബൈബിൾ ഒരു കഥയല്ല, ഇത് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ബൈബിളിൽ കഥകൾ എന്നോ ബൈബിളിലെ കഥ പറഞ്ഞു തരാം മോനെ ഞാൻ കഥ പറഞ്ഞു തുറക്കാം, ബൈബിളിലെ കഥ പറഞ്ഞു തുറക്കാം എന്ന് വരെ പറയരുത്. അങ്ങനെ അപ്പൊ അവരുടെ മനസ്സിൽ അതൊരു കഥയാ, ആ നോവലിൽ പോലെ ഈ നോവലിൽ പോലെ ആ സിനിമയിൽ കണ്ട കഥ പോലെ അല്ല. ബൈബിൾ ഇതൊരു ഫണ്ടമെന്റലിസം അല്ല. കുട്ടികളുടെ മനസ്സിൽ ചെറുപ്രായത്തിൽ എന്ത് പകർന്നു കൊടുക്കുന്നുവോ അത് അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പൊ നമ്മളും നമ്മുടെ മനസ്സിൽ പകരേണ്ടത് ഇതൊരു കഥയല്ല. ഇപ്പോ കാറ്റഗിസത്തിൽ പറയുന്നത് ആ ടീച്ചിങ് ഞാൻ പറയാം. 1085 പാരഗ്രാഫ് 1085 പറയുന്നത് ഇതാണ്: ക്രിസ്തു സംഭവം ഒരു കഥയല്ല, അതൊരു ചരിത്ര സംഭവമാണ്. ഈ ചരിത്ര സംഭവം അത് ഞാനൊന്ന് വായിച്ചേ. നമ്മുടെ അവിടുത്തെ പെസഹ രഹസ്യവും നമ്മുടെ ചരിത്രത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. എന്നാൽ അത് അനന്യമാണ്. മറ്റെല്ലാ ചരിത്ര സംഭവങ്ങളും ഒരിക്കൽ നടന്നു, എന്നിട്ട് അത് ഭൂതകാലത്തിൽ അലിഞ്ഞു കടന്നുപോയി. വലിയ വലിയ രാജാക്കന്മാർ, ചക്രവർത്തിമാർ എന്തെല്ലാം വലിയ വലിയ സംഭവങ്ങളാണ് നടത്തിയിരിക്കുന്നത്, ഇല്ലേ? പക്ഷേ അതും ചരിത്ര സംഭവങ്ങളായിരുന്നു. പക്ഷേ ആ സംഭവങ്ങൾ കഴിഞ്ഞു, അതിന്റെ ഓർമ്മയും കടന്നുപോയിരിക്കും. എന്നാൽ നേരെ മറിച്ച് ക്രിസ്തുവിന്റെ പെസഹ രഹസ്യം ഭൂതകാലത്തിൽ മാത്രമല്ല ഭൂതകാലത്തിൽ മാത്രം നിലനിൽക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ ശ്രദ്ധിക്കുക, തന്റെ മരണം വഴി അവിടുന്ന് മരണത്തെ നശിപ്പിച്ചു. ക്രിസ്തു ആയിരിക്കുന്നതെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടുന്ന് ചെയ്തതും സഹിച്ചതുമായ സകലതും ദൈവികമായ നിത്യതയിൽ പങ്കുപറ്റുന്നു. ഈ ലാംഗ്വേജ് ഇത്തിരി കഠിനമാണ്. കുറച്ചുകൂടി പറയുകയാണെങ്കിൽ, വേറെ വിധത്തിൽ പറയുകയാണെങ്കിൽ, ഞാനത് ഒഫീഷ്യൽ ടെക്സ്റ്റ് വായിച്ചതേ ഉള്ളൂ. അതിനെ പറയേണ്ടത് ഇങ്ങനെയാണ്: 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവങ്ങൾ ശ്രദ്ധിക്കുക. അന്ന് ഒരിക്കൽ സംഭവിച്ചപ്പോൾ തന്നെ അത് അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ക്രിസ്തു നിത്യനായ ദൈവമാണ്. അപ്പോ അതാണ് ഈ 2000 വർഷത്തിന് മുമ്പ് നടന്ന സംഭവം. അന്ന് ഒരിക്കൽ സംഭവിച്ചപ്പോൾ അത് അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ്. ഇത് ഇന്ന് ജീവിക്കുന്ന നമുക്ക് കൂടി വേണ്ടിയാണ് അന്ന് സംഭവിച്ചത്. മാത്രമല്ല നമ്മുടെ ശേഷം വരാനിരിക്കുന്നവർക്ക് കൂടി വേണ്ടിയാണ് ഇതന്ന് സംഭവിച്ചത്. ഇത് വിശുദ്ധ കുർബാനയെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു രഹസ്യമാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഈ വചനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, ഈ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ മനനം ചെയ്യുമ്പോൾ, ആ സംഭവത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ നിത്യമായ യേശുവിന്റെ ശക്തിവിശേഷം ഇപ്പോൾ നമ്മളിലും പ്രകടമാകുന്നു. അതിന്റെ ഔദാസികമായ ഒരു പുനരാവിഷ്കരണമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം, ആ സംഭവത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്, ആ സംഭവം ഒരിക്കൽ സംഭവിച്ചത് അനന്തതയിലേക്ക് വേണ്ടിയാണ് സംഭവിച്ചത്.
അത് ഇന്ന് നമുക്ക് അനുഭവമാക്കുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്നുകൂടി മനനം ചെയ്യുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് വായിച്ച് പഠിക്കണം. അപ്പോൾ ക്രിസ്തു സംഭവങ്ങൾ, സുവിശേഷത്തിലെ അത്ഭുതങ്ങളെ ആ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഏതൊരു രോഗശാന്തി ശുശ്രൂഷ നടത്തുമ്പോഴും ഏതെങ്കിലും ഒരു രോഗശാന്തി, യേശു ചെയ്ത ഏതെങ്കിലും ഒരു രോഗശാന്തി സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കുക, പ്രഘോഷിക്കുക. ആ വ്യക്തി, ആ രോഗിയോട് പറയുക, സഹോദര, ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ വന്ന് കണ്ടു. ഞാൻ രോഗിയായിരുന്നപ്പോൾ, ഞാൻ രോഗിയായിരുന്നു. അതെ, ഈശോ പറഞ്ഞതാണ്, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്കാണ് ചെയ്തത്. എല്ലാ രോഗികളും ക്രിസ്തുവാണ്. മദർ തെരേസയുടെ വിജയത്തിന്റെ പ്രധാന രഹസ്യം ഇതാണ്. മദർ തെരേസ്യ വെർബാറ്റം, അക്ഷരം പ്രതി ഈ വചനത്തെ അങ്ങ് വിശ്വസിക്കുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ വന്നു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എന്നെ ഉടുപ്പിച്ചു, എനിക്ക് വിശന്നപ്പോൾ നീ ഭക്ഷിക്കാൻ തന്നു. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്കാണ് ചെയ്തത്. അപ്പോൾ രോഗശാന്തി പ്രാർത്ഥനയിൽ ആദ്യം കാണേണ്ടത് ഓരോ രോഗിയും ക്രിസ്തുവാണെന്ന് ആദ്യം കാണുക. അത് അവരെ പഠിപ്പിക്കുക, സ്നേഹത്തിൽ അവരോട് മനസ്സിലാക്കുക. മദർ തെരേസ്യ ഇങ്ങനെ പറഞ്ഞില്ല. എങ്ങനെ? ഓരോ രോഗിയും ക്രിസ്തുവിനെ പോലെയാണ്, ക്രിസ്തുവിനെ പോലെ സഹിക്കുന്നു എന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? യേശു, മദർ തെരേസ്യ പറയുന്നതാണ്, യേശു പറഞ്ഞത്, ഞാനാണ് ആ രോഗി, ഐ ആം ദ സിക്ക്. ഇതാണ് മദർ തെരേസ്യയെ കാളിക്കത്തിയ ആവേശം. അതുകൊണ്ട് ഈ തെരുവിൽ കിടക്കുന്ന രോഗികളുടെ അടുത്ത്, മരിക്കാനായി കിടക്കുന്നവരെല്ലാം കണ്ടിട്ട്, അയ്യോ, എന്റെ യേശുവാണല്ലോ അവിടെ കിടക്കുന്നത്, ആ കിടക്കുന്നത് യേശുവാണല്ലോ, ആ കുഞ്ഞ് യേശുവാണല്ലോ എന്ന് തോന്നുമ്പോൾ അവർക്ക് വലിയ ആവേശത്തോടെ ആ കുഷ്ഠരോഗിയെ കയ്യിലെടുക്കാനും അവരെ ശുശ്രൂഷിക്കാനും തോന്നും. ഇത്തരത്തിലുള്ള ഒരു ലഹരിയാണ് രോഗശാന്തി ശുശ്രൂഷയിൽ നമുക്കുണ്ടാകുന്നത്. ഇനി രണ്ടാമതൊന്ന്, ഏതെങ്കിലും ഒരു രോഗശാന്തി സംഭവത്തെ കുറിച്ച് നമ്മൾ പറയുക. യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതെന്ന് ഓർക്കുക. അപ്പോ ഈ സീക്വൻസ്, നമ്മൾ ഇപ്പൊ ഏത് രോഗിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്, ആ രോഗി തീർച്ചയായിട്ടും ഈ 42 സംഭവത്തിൽ ഏതെങ്കിലും ഒന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരാൾ എന്റെ അടുത്ത് വന്ന് പറയുകയാണ്, എന്റെ മകൻ വീട്ടിൽ വളരെ രോഗശയ്യയിലാണ്, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പൊ നമ്മൾ ഉടനെ ഏത് കേസ് എടുത്തു? ശതാധിപന്റെ കാര്യം ഓർത്തു. കർത്താവേ, ആ ശതാധിപൻ വന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ വചനം കൊണ്ട് അങ്ങ് സൗഖ്യപ്പെടുത്തിയില്ലേ? എന്താ, ശതാധിപന്റെ മകനോ വയലക്കാരനെ മാത്രമോ സൗഖ്യപ്പെടുത്തുള്ളൂ? ഈ സഹോദരിയുടെ മകൻ, ഈ സഹോദരന്റെ മകൻ ഇതാ രോഗിയായി ഭവനത്തിൽ കിടക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ആ ശതാധിപനോട് ചെയ്തത് ഇവർക്ക് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രാർത്ഥിക്കണം. അതേ വചനം ഉപയോഗിച്ചു. അപ്പോൾ ആ സംഭവം നടക്കണം. അങ്ങനെ നിരവധി നടക്കുന്നു. അപ്പോ ഇത് എന്റെ ശക്തിയോ നമ്മുടെ ഓരോരുത്തരുടെ ശക്തിയല്ല. ആ സംഭവത്തെ നമ്മൾ വീണ്ടും ഇവിടെ ക്രിസ്തുവിന്റെ ആത്മാവിലൂടെ, ക്രിസ്തുവിന്റെ ശക്തിയിലൂടെ വീണ്ടും ഇവിടെ അനുസ്മരിക്കുകയും ആ സംഭവത്തിൽ പ്രവർത്തിച്ച അതേ സംഭവം ഇവിടെ നടക്കുകയാണ്. ആ രീതിയിലാണ് എളുപ്പം ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. പ്രൈസ് ദി ലോർഡ്.